Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിണ്ണത്തപ്പമാണ്. നമ്മൾ ഇതിനു മുമ്പ് സാധാ നമ്മൾ അരിപ്പൊടി മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുന്ന കിണ്ണത്തപ്പവും അതുപോലെ പഴം വെച്ചിട്ടുള്ള കിണ്ണത്തപ്പവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നാട്ടിലെ സുലഭമായിട്ട് ഇപ്പോൾ കിട്ടുന്ന ഒരു സംഭവമാണ് മാമ്പഴം എന്ന് പറയുന്നത്. അപ്പോൾ മാമ്പഴം വെച്ചിട്ടുള്ള ഒരു കിണ്ണത്തപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മളൊരു മാങ്ങ എടുത്തിട്ട് അത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മാങ്ങ മുഴുവനായിട്ടും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അര കപ്പോളം അതിൻ്റെ പൾപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ എന്ത് മധുര സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ വേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ മധുരം ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാങ്ങയ്ക്ക് മധുരം കുറവാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മധുരത്തിൻ്റെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര പൊടിച്ചത്, പഞ്ചസാരയുടെ കൂടെ 2 ഏലക്കായ കൂടി ഇട്ടിട്ട് പൊടിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മാങ്ങയുടെ പൾപ്പും പഞ്ചസാര പൊടിച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. പിന്നെ ഏലക്കായ കൂടി ഇട്ടിട്ടുള്ളത് കൊണ്ട് നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അരിപ്പൊടി എന്ന് പറയുമ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് അരിപ്പൊടിയാണ്. വളരെ നൈസായിട്ട് പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നാളികേരപ്പാൽ എടുത്തിട്ടുണ്ട്. ഒരു കപ്പോളം നാളികേരപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് കട്ടയില്ലാതെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇത് കറക്റ്റായിട്ട് 1 കപ്പ് നാളികേരപ്പാൽ ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ നിങ്ങൾ കുറേശ്ശെ ഒഴിച്ചിട്ട് ബാറ്റർ കലക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഒത്തിരി വെള്ളം പോലെ ലൂസാക്കരുത്. ഒരു ചെറിയൊരു കട്ടിക്ക് ഒരു മീഡിയം തിക്നെസ്സിൽ വേണം നമ്മളതൊന്ന് കലക്കിയെടുക്കാൻ. അപ്പോൾ ബാറ്റർ കലക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു അതായത് പോലെ ഒരു കിണ്ണം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ എളുപ്പത്തിന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ നമുക്ക് എത്രത്തോളം തിക്നെസ് വേണം നമ്മുടെ കിണ്ണത്തപ്പത്തിന് എന്നുണ്ടെങ്കിൽ ആ ഒരു അളവിന് അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ഒത്തിരി കട്ടി കുറഞ്ഞ 2 കിണ്ണത്തപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി അതിന് മുകളിൽ കുറച്ച് കാഷ്നട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അത് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനിലാണ്. അതിനുശേഷം ഒരു സ്റ്റീമറിൽ വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് വെച്ചിട്ടുള്ള കിണ്ണ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി മൂടി വെച്ച് അടച്ച് വെച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് നിന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നന്നായി വെന്തുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് വെച്ച് അതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കുക. അപ്പോൾ പൊടിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാവൊന്നും പറ്റി പിടിച്ചില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടോ. എത്രയേ ഉള്ളൂ, നമ്മുടെ 2 കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡൊന്ന് കത്തി കൊണ്ട് വരഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കിണ്ണത്തപ്പം കയ്യിലേക്ക് എടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, വളരെ സോഫ്റ്റും അതുപോലെ നല്ല വായിൽ വെക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന പോലത്തെ കിണ്ണത്തപ്പം എന്നൊക്കെ പറയില്ലേ, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.